ഹായ് ഫ്രണ്ട്സ്, ശ്രീ രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാന പെരുമഴ അഭംഗുരം തുടരുകയാണ്. ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് റബ്ബറിന് താങ്ങുവില 300 രൂപയാക്കുമെന്നുള്ളതാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ 250 രൂപയാകും, പിന്നീട് 300. നല്ല കാര്യമാണ് സംഭവിക്കാമെങ്കിൽ. പക്ഷെ ഇവയൊക്കെ പ്രായോഗികമാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 5 ഗ്യാരണ്ടീസ്, 5 ഗ്യാരണ്ടികൾ. അതിൽ ഒന്നാമത് തന്നെ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ബെസ്റ്റ്. KSRTC എപ്പം പൂട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഇപ്പോൾ പോലും KSRTC ലാഭത്തിൽ എന്ന് പറയാനാവുകയില്ല. ആ സംവിധാനത്തിന്റെ പഴയ അവസ്ഥ മാറി. ഏറ്റവും പ്രധാനമായിട്ടും 1-ാം തീയതി തന്നെ എംപ്ലോയീസിന് ശമ്പളം കൊടുക്കുന്നുണ്ട്. അത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ്. ഇക്കാര്യത്തില് ശ്രീമൻ ഗണേഷ് കുമാറിനെ പ്രശംസിക്കാതെ വയ്യ. തീർച്ചയായിട്ടും വളരെ കഠിനാധ്വാനം ചെയ്ത് ടിക്കറ്റ് ഇതര വരുമാനങ്ങൾ വർദ്ധിപ്പിച്ച് ടൂർ പാക്കേജുകളിലൂടെ പരസ്യത്തിലൂടെ ഒക്കെ വർദ്ധിപ്പിച്ചിട്ടാണ് ഇപ്പോൾ പോലും 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കുവാൻ കഴിയുന്നത്. ആ സംവിധാനത്തിലേക്ക് സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? എപ്പോ പൂട്ടിയെന്ന് ചോദിച്ചാൽ മതി, ഒരു സംശയമില്ല. അല്ല, KSRTC പൂട്ടിയിട്ട് ആർക്കെന്ത് ചെയ്തതല്ലേ? പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് ഒരു ഛേദവുമില്ല. കടലിലെ തെടി തേവരുടെ അത്ര തന്നെ. അത് ഏതവസ്ഥയിലായിരുന്നു എന്നുള്ളത് മറക്കരുത് നമ്മൾ. അങ്ങനെ പല ഗ്യാരണ്ടികളും ഒന്നും പ്രായോഗികമല്ല, വെറുതെ ഓഫർ ചെയ്യുകയാണ്. ഇങ്ങനെ കുറെ ഗ്യാരണ്ടികൾ കൊടുക്കുമ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ്: ശ്രീമൻ രാഹുൽ ഗാന്ധി നൽകിയ മറ്റു വാഗ്ദാനങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾ എങ്ങനെയാണ്? നമ്പർ 1, ഹിമാചൽ പ്രദേശ് ഇപ്പൊ അധികാരത്തിലാണ്, ഒരു വാഗ്ദാനവും പാലിച്ചില്ല. അല്ലെങ്കിൽ തെലങ്കാന, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ശ്രീമൻ രാഹുൽ ഗാന്ധി നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാറില്ല. അത് പണ്ടൊരു BJP നേതാവ് പറഞ്ഞതുപോലെ പ്രകടന പത്രികയിൽ എങ്ങനെ എന്തെല്ലാം പറയും, അതൊക്കെ നടപ്പാക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ലേ അല്ല, അതാണ് സത്യം. എന്താണെങ്കിലും ഇത് എവിടെ ചെന്നെത്തുമെന്ന് കാത്തിരുന്ന് കാണാം. താങ്ക് യു.